ഹലോ. ആ പ്രഭ, ഞാൻ ദേ ഇറങ്ങി. ആ വന്നോണ്ടിരിക്കുക. ആ ഇപ്പം. ഹലോ മിസ്റ്റർ റേ, ജീവനോടുണ്ടെന്ന് അറിഞ്ഞത് സന്തോഷം. ആ എന്നാ എന്തു പറ്റി? അതെ, എനിക്കും അതാണ് അറിയേണ്ടത്. എന്താ പറ്റിയത്? വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കാഫേയിൽ വരുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ഇന്ന് ഉദയ് സാറിൻ്റെ വീട്ടിൽ അടിയന്തര ചടങ്ങ്. എനിക്കൊന്ന് അതുവരെ പോകണം. നമുക്ക് പിന്നെ സംസാരിക്കാം. അന്ന് രാത്രി നമുക്കിടയിൽ നടന്നത് അറിയാതെ പറ്റിയതാണെന്ന ക്ലീഷേ എക്സ്ക്യൂസ് റേ പറയില്ലെന്ന് വിചാരിക്കുന്നു. ഐ എക്സ്പെക്ട് ബെറ്റർ ഫ്രം യു. ചേട്ടാ പോവാം. പ്രഭ, എനിക്ക് നല്ല തലവേദന. ഒന്ന് പോയി മെഡിസിൻ വാങ്ങിച്ചു തരുമോ? ഇല്ലെങ്കിൽ എനിക്ക് പൂജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ശരി. ഹായ് മാം, എനിക്ക് നല്ല തലവേദന. ഡു യു ഹാവ് എനി പെയിൻ കില്ലേഴ്സ്? ഷുവർ, കമിൻ. ഇല്ല, കുഴപ്പമില്ല. ആൾ വെയിറ്റ്. ഇപ്പം കൊണ്ടുവരാം. Are you feeling okay? What happened? Are you all right? Simi! വയസ്സുണ്ട്. ചെടി നനയ്ക്കാൻ മോൾ വലിഞ്ഞ് കയറിയതാ. ഠിം, നമ്മളെ മരിച്ചുപോയ സിനിമാതര ഉദയകുമാറിന്റെ നേബറാ. ആണോ? ആ, എങ്ങനെ വലിഞ്ഞു കയറാനായിട്ട്? നിങ്ങൾ നേരത്തെ ഞാൻ ഒന്ന് മോളെ. മോളിവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. അവർക്ക് എന്തെങ്കിലും പ്രയാസമായിട്ട് മോൾക്കറിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പ്രഭേ, പൂജാരി വന്നു. വാ. ശരി. ഹലോ. ഹലോ, എന്നാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ പറയാം. നീ ആദ്യം വീട്ടിലേക്ക് ഒന്ന് വാ.
എന്താ പൂജയ്ക്ക് വരാതിരുന്നത്? ഓ മാം വരൂ. പ്രഭ അന്വേഷിച്ചിരുന്നു കേട്ടോ. ദാ പ്രസാദം. ആ ആക്ച്വലി ഞാൻ റിയ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചു. എന്തിന്? ഉദയ് മരിച്ചതിന് ശേഷം പ്രഭ നല്ല ഷോക്കിലായിരുന്നു. ആൻഡ് റിയാണ് ശരിക്ക് അതിൽ നിന്ന് അവളെ രക്ഷിച്ചത്. ഓ എന്തിനാ മാം വെറുതെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ഒക്കെ? മാം ഇരിക്കും, ഞാൻ കോഫി എടുക്കാം. ഷോ. How much sugar? 2 spoons. Da, coffee. നൈസ് കോഫി. റിയ എങ്ങനെയാ ഇതൊക്കെ ഒറ്റയ്ക്ക്? വേറെ ആരും ഇല്ലല്ലോ മാം, ചെയ്തല്ലേ പറ്റൂ. കോഫി കുടിക്കുന്നില്ലേ? It'll get cold. ആ അയ്യോ, ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. I knew it. അപ്പത്തെ സംശയം തെറ്റിയില്ല. തോക്ക കണ്ണാടി ഊരടാ, കള്ളക്കുരുടാ. ഊരാം. I was such a fool. മാഡം, ഞാൻ അറിയാതെ ഇതിൽ വന്ന് പെട്ടുപോയതല്ലേ. അന്ന് തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ മാഡത്തിന് ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കില്ലായിരുന്നല്ലോ. നിനക്ക് കണ്ണ് കാണില്ലായിരുന്നു എന്നല്ലേ ഞാൻ വിചാരിച്ചത്. പോരാത്തതിന് ആ ഡിക്കോട്ട് അവിടെ നിന്ന് മൂങ്ങി പോലെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നില്ലേ. ഞാൻ കാരണം ആ കിളവിയും പാവം. എനിക്ക് മനസ്സിലാവാത്തത് താൻ എന്തിനിങ്ങനെ കണ്ണ് കാണാത്ത പോലെ ഡ്രാമ കളിക്കുന്നതെന്നാ. അതിപ്പോ കാരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മാം. പക്ഷെ തീരുമാനമായത് ഇരുന്നിരുന്ന് തരപ്പെട്ടു വന്നൊരു ജോലിയും കൂടെ കയ്യിൽ നിന്ന് പോയപ്പോഴാ. മാഡത്തിനറിയോ, ഒരു സ്കൂളിലെ മ്യൂസിക് ടീച്ചർ പൊസിഷൻ എൻ്റെ പകുതി ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരുത്തൻ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയി. എന്താ കാരണം? അവന് കണ്ണ് കാണാൻ പറ്റാത്തോണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്ന് മാഡം, ഇതുപോലൊരു വീട് ഈ സിറ്റിയിൽ 200 രൂപ വാടകയ്ക്ക് കിട്ടുമോ? പക്ഷെ എനിക്ക് കിട്ടും, ഞാൻ അന്ധനായതുകൊണ്ട്. നന്നായി അഭിനയിച്ചോണ്ടെന്ന് പറ. അതെ, അങ്ങനൊരു പൊട്ട ബുദ്ധി
എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് നടക്കാൻ. പക്ഷെ അത് ഇത്ര വലിയ കുരിശാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിനക്ക് കണ്ണ് കാണാവുന്ന കാര്യം എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല, ഇനി ആരും അറിയാനും പോകുന്നില്ല. സത്യമായിട്ട് മാഡം, ഞാൻ ഈ നാട് തന്നെ വിട്ട് എങ്ങോട്ട്? ഇരി. ഓ വേണ്ട, ഇരിക്കാനാ പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ട് സംസാരിക്കാം. പ്രഭയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ? ഛേ ഛേ. ആക്ച്വലി ഞാനും പ്രഭയുടെ ഫാദറും തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. ദിനേഷ് വാസ് ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്. മനസ്സിലായി, തെറ്റില്ല, മനസ്സിലായി. ഉദയ്ക്ക് എപ്പോഴുള്ളതാ ഈ സർപ്രൈസ്. എന്നിട്ടിപ്പോൾ എന്തായി? മാഡം, മാഡം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിയാനോ ആണ് സത്യം. ഞാൻ ഈ നാട് വിട്ടു പോയിക്കോളാം, എങ്ങോട്ടെങ്കിലും. മാത്രമല്ല, ഞാൻ പോലീസിൽ മൊഴിയും കൊടുത്തു. ഇനിയിപ്പോൾ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നീ ആരുടെ ഫൂലൻ ദേവിയോ? ഫോൺ എടുക്ക. മറ്റവനായിരിക്കും ആ ജിമ്മൻ പോലീസുകാരൻ. നിന്റെ ഗുഡ് That gun is fake like you, man. നീ എനിക്ക് തിന്നാൻ തന്ന് ഞാനൊരു സീക്രട്ട് വീഡിയോ കാണിക്കട്ടെ? എനിക്ക് സീക്രട്ട് ഇഷ്ടമല്ല. നീയാണൊരു തരികിടയെന്ന് റേ പറഞ്ഞിട്ടുണ്ട്. ആരാ തരികിടയെന്നേ? ഈ വീഡിയോ കാണുമ്പോ ചേച്ചിക്ക് പിടി കിട്ടും. ചേച്ചി ചേച്ചി 100 രൂപ തന്നാ മതി. ഞെട്ടിയാ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഞെട്ടൂന്ന്. ഇനി എനിക്ക് 200 രൂപ വേണം. ചേച്ചി എന്റെ പൈസ. റേ 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 എഴുന്നേക്ക്. അന്ന വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. പിന്നെ നിനക്കറിയാലോ അവൻ. ആ സെൻസിറ്റീവ് ആണ്, ക്യൂട്ടാണ്. പിന്നെ 14-ാം വയസ്സിൽ ബോൾ കൊണ്ട് കണ്ണ് കാണാതെ. അവൻ അന്ധനൊന്നും അല്ല. എന്ത്? ആ സത്യം ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ താഴെ ഒരു തലതെറിച്ച ചെറുക്കനില്ലേ, അവനോട് ചോദിക്കേ. എന്നോട് എന്തിനാ ചോദിക്കണേ? സോറി, ഞാനെന്തൊക്കെയാ കേൾക്കുന്നേ? ഞാനെന്നാ ഇരിക്കേ, ഞാൻ പോവാം.
അവനോടൊരു കാര്യം പറഞ്ഞേക്ക്. ഇനി സൈമൺസിൽ അവന്റെ സേവനം ആവശ്യമില്ല. ചേച്ചി പൈസ. ആ. റേ, ഒന്ന് വന്നൊരു ട്യൂൺ പ്ലേ ചെയ്യോ പ്ലീസ്? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഈ നാട് വിട്ട് പോയിക്കോളാന്ന് പറഞ്ഞതല്ലേ. എന്നിട്ടും എന്തിനാ എന്നോട് നീ? ഈസി മാൻ. എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ ചാനലുകാരോടെല്ലാം പറയും. ഞാൻ കണ്ടതെല്ലാം ഞാൻ പറയും. അത് കൊള്ളാം. നിനക്ക് പണ്ടേ കണ്ണ് കാണില്ലായിരുന്നല്ലോ. എന്തായിരുന്നു ന്യൂസ് പേപ്പറിൽ വന്ന ഹെഡ്ലൈൻ? മൈസ്ട്രോ ഓഫ് ബ്ലൈൻഡ് ട്യൂൺസ്. ആ, വേണമെങ്കിൽ പോലീസിനെയും കൂടി അങ്ങ് വിളിക്ക്. എന്നിട്ട് ഈ കാണാത്ത കണ്ണുകളോണ്ട് കണ്ടത് മുഴുവൻ അങ്ങ് വിളിച്ച് പറ. ഞാനൊന്ന് കാണട്ടെ, നിന്നെ ആരാ വിശ്വസിക്കാന്ന്. പിന്നെ റേ, നീ കാഴ്ചയില്ലാതെ എത്രയും കാലം അഭിനയിച്ച് ചെയ്താലും നന്നായി. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഇറ്റ് വോണ്ട് ബി ടു ഡിഫിക്കൾട്ട്. ബൈ. CID എന്നെയാണോ? ഇങ്ങോട്ട് വന്നേ. എന്താ? നിന്റെ ഫോണൊന്ന് കാണിച്ചേ. ദാ വീഡിയോ കാണാനാണോ? എന്നാ വീഡിയോ എവിടെ? എവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? നിന്റെ പേരെന്താ? കുട്ടു. കുട്ടു അല്ല, ബുദ്ധു. ചി. ആരാ ആരാ? ആരാന്ന്?